മതമോ ജാതിയോ ഒന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്നവൻ ആരായാലും അവരെ ചേർത്ത് പിടിക്കുക എന്ന ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കും. ഈ രാഷ്ട്രത്തോട് നിങ്ങൾക്ക് കടമയും കടപ്പാടുമുണ്ടെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ പൊതുമുതൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ മഹേഷും സുഖവും ഒക്കെ പറഞ്ഞു 100 കോടി രൂപയുടെ അഴിമതി എന്നാണ്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള പദവി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ തൃക്കുന്നപ്പുഴയിലെ UDF-കാരന് കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി പറയാത്തത് അവന് നിലപാടോ നട്ടലോ നയമോ ഇല്ലാത്തത് കൊണ്ടാ. നാട്ടിലൊരു ചൊല്ലുണ്ട്, അപ്പൊ കാണുന്നവനെ അപ്പാന്ന് നീട്ടി വിളിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു തൃക്കുന്നപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ അവസ്ഥ അതാണ്. അധികാരത്തിന്റെ അപ്പകഷണത്തിന് വേണ്ടി ഇവിടുത്തെ UDF-കാരൻ ഇട്ടുകൊടുക്കുന്ന അഴിമതിയുടെ പങ്കുപറ്റാൻ സ്വന്തം പ്രസ്ഥാനത്തെ പോലും ഒറ്റുകൊടുക്കാൻ മടിക്കാത്തവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി പറയാത്തത്. പക്ഷെ ഈ പഞ്ചായത്ത് ഭരിച്ച UDF-കാരനുണ്ടല്ലോ, ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്നത് ദ്രോഹമാണ്. എന്നെ കേൾക്കുന്ന സാധാരണ മനുഷ്യർ മനസ്സിലാക്കണം, അവരിവിടെ ഭരണത്തിന്റെ പേരിൽ, മതവിശ്വാസത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി വലിയ വ്യാപകമായ കുപ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ പോകുന്നു അല്ലെ? എന്തൊക്കെയാ കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന കേന്ദ്ര പദ്ധതിയെ കേന്ദ്ര സർക്കാർ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നു. അതിന് പുതിയ പേരിട്ടു അല്ലേ? ഇവർക്ക് പ്രശ്നം പുതിയ പേരിട്ടതാണ് പ്രശ്നം. പക്ഷേ ആ പദ്ധതി മൂലം ഇനി എന്താണ് മാറ്റമുണ്ടാകാൻ പോകുന്നത് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ 2 മുന്നണികളും തയ്യാറല്ല. കാരണം തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി അണികളായി കണക്കാക്കിക്കൊണ്ട് തൊഴിലുറപ്പ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരന്റെ എന്തോ ദാനമാണ്, കോൺഗ്രസുകാരന്റെ എന്തോ ഔദാര്യമാണ് എന്ന തരത്തിലാണ് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇത്രകാലവും നിങ്ങൾ പരിഗണിച്ചു കൊണ്ടിരുന്നത്. ഇനി മുതൽ അത് നടപ്പില്ല. കാരണം കേന്ദ്ര സർക്കാർ പറയുന്നു തൊഴിൽ എന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. നേരത്തെ 100 ദിവസമായിരുന്നു തൊഴിലുറപ്പ് എങ്കിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി മുതൽ 125 ദിവസം നിങ്ങൾക്ക് ഉറപ്പായും തൊഴിൽ നൽകാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനും പഞ്ചായത്ത് ഭരണകൂടങ്ങൾക്ക് കൂടിയുണ്ട്. നേരത്തെ ഇത് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിരുന്നു. സംസ്ഥാന സർക്കാരുകൾ ഒരു ബാധ്യതയുമില്ല, പഞ്ചായത്തുകൾക്കൊരു ബാധ്യതയുമില്ല. കാട്ടിലെ തടി ദേവരുടെ ആന വലിയടാ വലി, ഇതായിരുന്നു ലൈൻ. നമ്മൾ കേട്ടിട്ടില്ലേ? 10,000 പേരും ചക്കി കുത്തും ഞാൻ ഉണ്ണും എന്ന തരത്തിലായിരുന്നു ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി നടന്നുകൊണ്ടിരുന്നത്. കേന്ദ്രം ആവശ്യം പോലെ പണം കൊടുക്കും. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും അവന്റെ പാർട്ടി അണികളെ വെച്ച് കള്ള ബില്ലുണ്ടാക്കി